നമസ്കാരം, ന്യൂസ് ഈവനിംഗിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാലക്കാട് ജില്ല നേരിടുന്ന കാർഷിക, വ്യാവസായിക, പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുമെന്ന് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി. മലമ്പുഴ സാനിറ്ററി മാലിന്യ സംസ്കരണ പ്ലാന്റ് സംബന്ധിച്ച് വ്യക്തത വരുത്തേണ്ടത് സംസ്ഥാന സർക്കാർ. വികസന പദ്ധതികൾ പൂർത്തിയാക്കാൻ നേരിടുന്ന കാലതാമസം ജില്ലയിലെ വലിയ പ്രതിസന്ധിയെന്നും കളക്ടർ. അടിസ്ഥാന വർഗങ്ങളുടെ പെൻഷനും ആനുകൂല്യങ്ങളും നിരന്തരം നിഷേധിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ. സെസ് പിരിവിൽ ഗുരുതര വീഴ്ച. പെൻഷൻ കുടിശ്ശിക ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പാലക്കാട് കളക്ടറേറ്റിലേക്ക് കെട്ടിട നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ AITUC മാർച്ച്. മണ്ണൂർ പഞ്ചായത്തിലെ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടെന്ന് മുസ്ലിം ലീഗ്. ന്യൂനപക്ഷ വോട്ടുകൾ തെരഞ്ഞുപിടിച്ച് വെട്ടിമാറ്റിയെന്ന ആരോപണം പഞ്ചായത്ത് സെക്രട്ടറിയെ ലീഗ് പ്രവർത്തകർ ഉപരോധിച്ചു. പിരായിരിയിൽ യുവാവിന് വെട്ടേറ്റത് പിരായിരി സ്വദേശി ഉമ്മർ ഫാറൂഖിന്. ഉമ്മറിനെ ആക്രമിച്ചത് കൊല്ലങ്കോട് സ്വദേശി ജയേഷ് എന്ന് പോലീസ്. വാർത്തകൾ വിശദമായി. പാലക്കാട് ജില്ല നേരിടുന്ന കാർഷിക, വ്യാവസായിക, പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുമെന്ന് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി. മലമ്പുഴ സാനിറ്ററി മാലിന്യ സംസ്കരണ പ്ലാന്റ് സംബന്ധിച്ച് വ്യക്തത വരുത്തേണ്ടത് സർക്കാരാണെന്നും പാലക്കാട് പ്രസ് ക്ലബിന്റെ മുഖാമുഖം പരിപാടിയിൽ ജില്ലാ കളക്ടർ പറഞ്ഞു. വികസന പാതയിലേക്ക് പാലക്കാട്ടെ പല പ്രദേശങ്ങളും മുന്നോട്ട് വരാനുണ്ട്. ജില്ല നേരിടുന്ന കാർഷിക, വ്യാവസായിക, പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പരമാവധി ശ്രമിക്കുമെന്ന് കളക്ടർ മാധവിക്കുട്ടി പറഞ്ഞു. മലമ്പുഴയിൽ വരാനിരിക്കുന്ന സാനിറ്ററി മാലിന്യ സംസ്കരണ പ്ലാന്റിനെക്കുറിച്ച് വ്യക്തത വരുത്തേണ്ടത് സർക്കാരാണ്. വികസനത്തിനായി നിരവധി പദ്ധതികളും രൂപരേഖകളും സർക്കാരിനുണ്ട്. ഇവ പ്രാവർത്തികമാക്കാൻ കാലതാമസം നേരിടുന്നതാണ് പ്രശ്നം. നെൽകർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ശ്രമം തുടരും. വന്യജീവി മനുഷ്യ സംഘർഷം ഒഴിവാക്കുന്നതും സങ്കീർണമായ നടപടിയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ മാതൃകാ പദ്ധതികളുണ്ടെങ്കിൽ അത് പ്രയോഗത്തിൽ വരുത്താനുള്ള ശ്രമം തുടരും. ഫെൻസിംഗ് പോലുള്ള പദ്ധതികൾക്ക് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. മാലിന്യ സംസ്കരണത്തിൽ കേരളം മികച്ച മുന്നേറ്റം നടത്തിയിട്ടുണ്ടെന്നും കലക്ടർ പറഞ്ഞു. ഭാവി തലമുറയ്ക്ക് ആവശ്യമായ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ തടസ്സമുണ്ടാക്കുന്നത് ശരിയല്ല. എന്നാൽ പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ ജനവിശ്വാസം ആർജിക്കാൻ കഴിയണം. മലമ്പുഴയിൽ വരാനിരിക്കുന്ന മാലിന്യ സംസ്കരണ പ്ലാന്റിനെക്കുറിച്ചും ബോധവൽക്കരണമുണ്ടാകും. അട്ടപ്പാടി ഉൾപ്പെടെ ആദിവാസി മേഖലയിൽ ഭൂമി പ്രശ്നങ്ങൾ ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ കാലങ്ങളായി നിലനിൽക്കുന്നുണ്ട്. ഇവ പരിഹരിക്കാനുള്ള ശ്രമം നടത്തുമെന്നും കലക്ടർ പറഞ്ഞു. വ്യത്യസ്തവും വൈവിധ്യവുമായ പല മേഖലകളുള്ള പാലക്കാട് ജില്ലയിൽ ഏറെ പ്രവർത്തനങ്ങൾ നടത്താനുണ്ട്. അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ പരമാവധി കാര്യങ്ങൾ ചെയ്യുമെന്നും കലക്ടർ വ്യക്തമാക്കി. മറ്റൊരു വശവും ഉള്ളത്, ഇപ്പം പലപ്പോഴും വന്യജീവി ശല്യങ്ങളിൽ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ആനയുടെ ഒരു പ്രസൻസും ആന ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെന്ന് പറയുന്നത്. ആന വളരെ അഡാപ്റ്റ് ചെയ്യുന്ന ഒരു ജീവിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ആനിമലാണ്. ഇപ്പം തമിഴ്നാട്ടിലൊക്കെ, ഇപ്പം ഞാൻ തെങ്കാശിയിലൊക്കെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫെൻസിങ് വെച്ചാൽ പോലും അതിനെ എങ്ങനെ മറികടക്കണം എന്ന് കൃത്യമായിട്ട് അതിന് മനസ്സിലായി അത് ആ രീതിയിൽ പ്രവർത്തിക്കുകയും അഡാപ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ജീവിയായിട്ടാണ്. അപ്പം ഒരു എവർ ഇവോൾവിംഗ് പ്രോസസ്സാണത്. അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിൽ നിന്നാണെങ്കിലും നമ്മൾ കൂടുതൽ പഠിച്ച് കൂടുതൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു മേഖലയായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. പ്രസ് ക്ലബ്ബ് സെക്രട്ടറി ശ്രീനേഷ്, സംസ്ഥാന ട്രഷറർ മധുസൂദനൻ കർത്ത, പ്രസിഡന്റ് നോബിൾ ജോസ്, മുഹമ്മദ് അലി എന്നിവർ കലക്ടർക്ക് ഉപഹാരം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അടിസ്ഥാന വർഗങ്ങളുടെ പെൻഷനും ആനുകൂല്യങ്ങളും നിരന്തരം നിഷേധിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെട്ടിട നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ AITUC നടത്തിയ പാലക്കാട് കളക്ടറേറ്റ് മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു KP രാജേന്ദ്രൻ. സെസ് പിരിവിൽ ഗുരുതര വീഴ്ചയുണ്ടെന്നും KP രാജേന്ദ്രൻ ആരോപിച്ചു. കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ 16 മാസമായി മുടങ്ങിയിരിക്കുകയാണ്. വിവാഹം, പാർപ്പിടം, ചികിത്സ തുടങ്ങിയവയ്ക്കുള്ള ധനസഹായവും മുടങ്ങി. തൊഴിലാളികളുടെ അംശാദായം കൊണ്ട് മാത്രം ആനുകൂല്യ വിതരണം നടക്കില്ലെന്നതുകൊണ്ടാണ് സെസ് പിരിക്കാൻ തീരുമാനിച്ചത്. സെസ് പിരിവിൽ തൊഴിൽ വകുപ്പും ക്ഷേമനിധി ബോർഡും തികഞ്ഞ അനാസ്ഥയാണ് കാണിക്കുന്നത്. ഇതിന് മാറ്റം വേണം. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി കോടികളുടെ നിർമ്മാണം നടത്തി അതിനെ തൊഴിലാളി ക്ഷേമമാക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. തൊഴിലാളി ക്ഷേമം ഉറപ്പിക്കാൻ LDF സർക്കാരിന് ബാധ്യതയുണ്ടെന്നും KP രാജേന്ദ്രൻ പറഞ്ഞു. ഒരു ദൈവരാജ്യത്ത് പാർലമെന്റ് പാസാക്കിയാൽ, നിയമസഭ പാസാക്കിയാൽ
നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എനിക്കിത് ബാധകമല്ല, ഞാൻ അനുസരിക്കില്ല, പറയാൻ പറ്റുമോ? അകത്ത് കിടക്കേണ്ടി വരും. അങ്ങനെ പറഞ്ഞാൽ അകത്താവും. നിയമം എല്ലാവർക്കും ബാധ്യതയും എല്ലാവരും അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമനിധി ബോർഡ് അതിൽ നിർദ്ദേശിച്ചിട്ടുള്ള ആനുകൂല്യങ്ങൾ, അതിനുള്ള ഓരോ അവകാശങ്ങൾ, അവരുടെ ആനുകൂല്യങ്ങൾ കൊടുത്തു തീർക്കണമെങ്കിൽ പെൻഷൻ അതിൻ്റെ ഒരു ഭാഗം. അതല്ലാതെ ഒരുപാട് ആനുകൂല്യമില്ലേ? പ്രസവാനുകൂല്യം കൊടുക്കണം, മക്കളുടെ വിദ്യാഭ്യാസത്തിനുള്ള ആനുകൂല്യം കൊടുക്കണം, വീട് പണിയുന്നതുമായി ബന്ധപ്പെട്ട സഹായങ്ങൾ, രോഗങ്ങൾ വരുമ്പോൾ അതിന് ചികിത്സയ്ക്കുള്ള സഹായം. പെൻഷൻ കുടിശ്ശിക, ബോണസ് എന്നിവ അനുവദിക്കുക, സെസ് പിരിവ് ഊർജിതപ്പെടുത്തുക, ആനുകൂല്യ വിതരണ കാലതാമസം ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു AITUCയുടെ മാർച്ചും ധർണയും. നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് KC ജയപാലൻ അധ്യക്ഷത വഹിച്ചു. AITUC സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ K മല്ലിക, NG മുരളീധരൻ നായർ, ശിവദാസൻ, M ഹരിദാസ്, ജയചന്ദ്രൻ, K മുത്തു, K വേലു, കാർത്തിക്, ചിന്നക്കുട്ടൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പിരായിരിയിൽ യുവാവിന് വെട്ടേറ്റു. പിരായിരി സ്വദേശി ഉമ്മർ ഫാറൂഖിനാണ് വെട്ടേറ്റത്. കൊല്ലങ്കോട് സ്വദേശി ജയേഷാണ് ഉമ്മർ ഫാറൂഖിനെ ആക്രമിച്ചതെന്ന് പോലീസ് പറഞ്ഞു. കൊല്ലങ്കോട് സ്വദേശിയായ ജയേഷിൻ്റെ ഭാര്യയെ അസഭ്യം പറഞ്ഞുവെന്നാരോപിച്ചാണ് ജയേഷ് പിരായിരി പള്ളിക്കുളം സ്വദേശി ഉമ്മർ ഫാറൂഖിനെ കടയിൽ കയറി വടിവാളുകൊണ്ട് വെട്ടിയത്. ആക്രമണ സമയത്ത് ഉമ്മർ ഫാറൂഖ് തെന്നിമാറിയതിനാൽ വലിയ തോതിൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് ഇരുവരെയും പോലീസിൽ ഏൽപ്പിച്ചത്. ഉമ്മർ ഫാറൂഖിനെ ആക്രമിച്ച യുവാവിനെ പാലക്കാട് നോർത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തു. വെട്ടേറ്റ ഉമ്മർ ഫാറൂഖ് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പരിക്ക് ഗുരുതരമുള്ളതല്ല. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മണ്ണൂർ പഞ്ചായത്തിലെ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടെന്ന് മുസ്ലിം ലീഗ്. ന്യൂനപക്ഷ വോട്ടുകൾ തെരഞ്ഞുപിടിച്ച് വെട്ടിമാറ്റിയെന്ന് ആരോപണം. പ്രതിഷേധവുമായി മണ്ണൂർ മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു. മണ്ണൂരിൽ നിന്നും പ്രകടനമായി എത്തിയാണ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചത്. പഞ്ചായത്ത് അംഗങ്ങളായ PM അൻവർ സാദിഖ്, PU റജില, ലീഗ് നേതാക്കളായ KP മുനീർ, PS സുലൈമാൻ, PM സാദിഖ് അലി, CH ജബ്ബാർ, KS കമറുദ്ദീൻ, സൈഫുദ്ദീൻ, KN നൌഫൽ, ഷബിത മുനീർ, റുബിന, PM സലീം എന്നിവർ നേതൃത്വം നൽകി. ഈ നില തുടർന്നാൽ ലീഗ് ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്ന് മുസ്ലിം ലീഗ് മുന്നറിയിപ്പ് നൽകി. CPIന്റെ കുടുംബങ്ങളായ ഊട്ടിയിൽ 20 കൊല്ലമായി താമസിക്കുന്ന ഓരോ വോട്ടുകളും ഇവിടെ ഈ വോട്ടർ പട്ടികയിൽ ഉണ്ടാകുമ്പോൾ യാതൊരു പരാതിയും കൊടുക്കാതെയാണ്. ഈ പരാതി കൊടുത്ത ആളുടെ 2 വീടിന്റെ അപ്പുറത്ത് ചെറുപ്പശ്ശേരിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ആളുകളുടെ വരെ വോട്ടർ പട്ടികയിൽ ഉണ്ടാകുമ്പോൾ അതിനൊന്നും ഒരക്ഷരം മിണ്ടാതെ ഒരു പാവപ്പെട്ട മനുഷ്യനെ ഇവിടെയുള്ള സെക്രട്ടറിയും അതോടൊപ്പം CPIന്റെ LC സെക്രട്ടറിയും അടങ്ങുന്ന ഇവർ വ്യക്തമായ ടാർഗറ്റ് വെച്ച് ഈ വോട്ടുകൾ ഈ പട്ടികയിൽ നിന്ന് മാറ്റി വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിക്കുന്ന ഈ നടപടിക്കെതിരെ ശക്തമായി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കർഷക ദിനത്തിൽ കൃഷിക്കാരെ അവഹേളിച്ച മന്ത്രി MB രാജേഷ് രാജിവെക്കണമെന്ന് കർഷക മസ്ദൂർ സംഘ്. ആവശ്യമുന്നയിച്ച് കർഷക മസ്ദൂർ സംഘ് BMS പാലക്കാട് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. ജനപ്രതിനിധിയാകും മുമ്പ് രാജേഷ് സമരത്തിനിറങ്ങിയിരുന്നത് പത്രത്തിൽ പേരും പടവും അച്ചടിച്ചു വരാനായിരുന്നു എന്ന് വ്യക്തമാക്കണമെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത BMS ജില്ലാ ജനറൽ സെക്രട്ടറി S രാജേന്ദ്രൻ ആവശ്യപ്പെട്ടു. കർഷകരുടെ വിയർപ്പ് ഭക്ഷിച്ചാണ് മന്ത്രി MB രാജേഷ് കർഷകരെ അപമാനിച്ചതെന്നും BMS ജില്ലാ ജനറൽ സെക്രട്ടറി S രാജേന്ദ്രൻ കുറ്റപ്പെടുത്തി. നെല്ലിന്റെ വില ലഭിക്കാതെ ആത്മഹത്യയുടെ വക്കിലെത്തിയ കർഷകരാണ് സമരരംഗത്തുള്ളത്. കർഷകരെ ഉൾപ്പെടുത്താതെ കർഷക ദിനത്തിലാണ് മന്ത്രി കൃഷിക്കാരെ അവഹേളിച്ചത്. സർക്കാരിന്റെ കൃഷി സമൃദ്ധി തട്ടിപ്പും പരസ്യവുമാണ്. കർഷകരെ അവഹേളിച്ച മന്ത്രിയെ കേരളത്തിന്റെ കാർഷിക സമൂഹം പാഠം പഠിപ്പിക്കുമെന്നും S രാജേന്ദ്രൻ പറഞ്ഞു. ഉടനെ ചോദിച്ചു വേദിയിലിരിക്കുന്ന ആൾക്കാരോട് നിങ്ങൾക്ക് പണം കിട്ടാനുണ്ടോന്ന്. അയാൾക്ക് എന്താ പണം കിട്ടാണ്ട് പെട്ടിക്കട നടത്തുന്നവരെ പണം കൊടുക്കൂ? എനിക്ക് കിട്ടാനില്ല പറഞ്ഞു. അയാൾക്ക് കിട്ടാനില്ല. MB രാജേഷ് ഒന്ന് വിചാരിക്കണം. MB രാജേഷ് അത് പറഞ്ഞത് വളരെ അല്പത്തരമായ ഭാഷയിലാണ്. എന്താ പറഞ്ഞത്? പത്രക്കാരുടെ പത്രത്തിൽ മുഖം വരാൻ വേണ്ടി, പ്രചരണം കിട്ടാൻ വേണ്ടിയിട്ടാണ് കർഷകർ മുഴുവനും പ്രകടനം നടത്തുന്നതെന്നാണ് പറഞ്ഞത്. BMS മേഖലാ പ്രസിഡന്റ് B വിജയരംഗം അധ്യക്ഷത വഹിച്ചു. ശിവദാസ്
എസ് അമർനാഥ്, വി മണികണ്ഠൻ, ബി ഗുരുവായൂരപ്പൻകുട്ടി, ശിവൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കുളപ്പുള്ളിയിൽ പ്രവർത്തിക്കുന്ന ഷൊർണൂർ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെത്തുന്നവർ സൗകര്യക്കുറവ് മൂലം വലയുന്നു. എക്സ്ചേഞ്ചിലെത്തുന്ന ഉദ്യോഗാർത്ഥികൾ വലിയ പ്രയാസത്തിലാണ്. 6 വർഷം മുമ്പാണ് ഷൊർണൂരിലെ വാടക കെട്ടിടത്തിൽ നിന്ന് കുളപ്പുള്ളിയിലെ വാടക കെട്ടിടത്തിലേക്ക് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മാറ്റിയത്. പട്ടാമ്പി, ഒറ്റപ്പാലം, ഷൊർണൂർ, ചെർപ്പളശ്ശേരി തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് നിരവധി പേരാണ് നിത്യേന രജിസ്ട്രേഷനും അനുബന്ധ കാര്യങ്ങൾക്കുമായി കുളപ്പുള്ളി എംപ്ലോയ്മെന്റ് ഓഫീസിൽ എത്തുന്നത്. ഓഫീസിനകത്ത് 10-ൽ കൂടുതൽ ആളുകൾക്ക് നിൽക്കാനുള്ള സൗകര്യമില്ല. ഓഫീസിന് മുന്നിലിട്ടിരിക്കുന്ന ബെഞ്ചിൽ കുറച്ചു പേർക്ക് ഇരിക്കാം. ബാക്കിയുള്ളവർക്ക് നിൽക്കുകയല്ലാതെ മറ്റ് നിർവാഹമില്ല. എംപ്ലോയ്മെന്റ് ഓഫീസർ, 4 ക്ലർക്കുമാർ, ടൈപ്പിസ്റ്റ് ഉൾപ്പെടെ 8 ജീവനക്കാരാണ് ഓഫീസിലുള്ളത്. ഇതിൽ ഒരു ക്ലർക്ക് ലീവിന് പോയതും മറ്റൊരാൾ വേറെ ഓഫീസിലേക്ക് മാറിയതും നിലവിലുള്ളവരുടെ ജോലിഭാരം വർദ്ധിപ്പിച്ചു. നിത്യേന 100-ലധികം ആളുകൾ കുളപ്പുള്ളി എംപ്ലോയ്മെന്റ് ഓഫീസിൽ എത്തുന്നുണ്ട്. വിവിധ പരീക്ഷകളുടെ ഫലപ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ തിരക്ക് കൂടും. ഈ സമയങ്ങളിൽ പ്രതിദിനം 350-ലധികം ആളുകൾ എത്താറുണ്ടെന്നാണ് എംപ്ലോയ്മെന്റ് ഓഫീസർ വ്യക്തമാക്കുന്നത്. കുളപ്പുള്ളിയിലേക്ക് മാറ്റിയ ശേഷവും കഴിഞ്ഞ 6 വർഷമായി വാടക കെട്ടിടത്തിലാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. കുളപ്പുള്ളി ബസ് സ്റ്റാൻഡ് അടുത്തായതിനാൽ ഉദ്യോഗാർത്ഥികൾക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയും എന്നതിനാലാണ് ഷൊർണൂരിൽ നിന്ന് ഓഫീസ് കുളപ്പുള്ളിയിലേക്ക് മാറ്റിയത്. നഗരസഭയ്ക്ക് കീഴിൽ കെട്ടിടങ്ങളുണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്താനും ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസ് ആലോചിക്കുന്നുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പറളിയിൽ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച വനിതാ വിപണന കേന്ദ്രം കാടുമൂടി ഇഴജന്തുക്കളുടെ താവളമായെന്ന് പരാതി. 2020-ൽ 20 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. പഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയ്ക്ക് തെളിവാണിതെന്ന് BJP പ്രവർത്തകനും പഞ്ചായത്ത് അംഗവുമായ നാരായണൻകുട്ടി ആരോപിച്ചു. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് നിരവധി ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച വനിതാ വിപണന കേന്ദ്രം ആർക്കും ഉപകാരമില്ലാതെ അടഞ്ഞുകിടക്കുന്നു. കാടുമൂടിയ കെട്ടിടം ഇഴജന്തുക്കളുടെ താവളമായതായും പരാതിയുണ്ട്. 2020 നവംബർ മാസം 1-ാം തീയതി അന്നത്തെ ബ്ലോക്ക് പ്രസിഡന്റായിരുന്ന MP ബിന്ദുവാണ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തത്. ധാരാളം സൗകര്യങ്ങളും റൂമുകളുമുള്ള കെട്ടിടമാണ് ഉപയോഗശൂന്യമായി അടഞ്ഞുകിടക്കുന്നത്. വർഷങ്ങളായി അടച്ചിട്ട കെട്ടിടത്തിനു ചുറ്റും പുൽക്കാടുകൾ വളർന്ന് ഇഴജന്തുക്കളുടെ താവളമായി മാറിയിരിക്കുകയാണ്. ഈ കെട്ടിടത്തോട് ചേർന്നാണ് പഞ്ചായത്തിൻ്റെ ആയുർവേദ ആശുപത്രി പ്രവർത്തിക്കുന്നത്. വനിതാ വിപണന കേന്ദ്രം കാടുമൂടിയതിനാൽ ആയുർവേദ ആശുപത്രിയിലെത്തുന്നവർക്കും പ്രയാസമായിട്ടുണ്ട്. 2 ഘട്ടങ്ങളിലായി 20 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച വനിതാ വിപണന കേന്ദ്രം അടച്ചിട്ടത് പഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയ്ക്ക് തെളിവാണെന്നും ഇതിനെതിരെ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും BJP പ്രവർത്തകനും പഞ്ചായത്ത് അംഗവുമായ നാരായണൻകുട്ടി പറഞ്ഞു. ഒരു ഓഫീസിലാണ് ഇപ്പോൾ നമ്മളിവിടെ നിന്നുകൊണ്ടിരിക്കുന്നത്. വനിതകൾക്ക് കുടുംബശ്രീ മുഖേന വനിതകൾക്ക് വിപണന വ്യാപാരങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഓഫീസ് അന്ന് 2020-ൽ ബ്ലോക്ക് ഫണ്ട് ഉപയോഗിച്ച് ചെയ്തതാണ്. ഇന്നത്തെ അവസ്ഥ ഈ കാട് പിടിച്ചുകൊണ്ടുള്ള ഇരിക്കുന്ന ഈ അവസ്ഥയാണ്. ഒരു ചലനം ഒന്നും ഉണ്ടാക്കാൻ ഈ ഭരണസമിതി, ഈ LDF ഭരണത്തിന് കഴിഞ്ഞിട്ടില്ല. ആ കാര്യങ്ങൾ പോയി വാർത്തയിലും മറ്റുള്ളതും കൊടുത്തപ്പോൾ അതിനിപ്പോൾ മാറ്റി പഴയ മാവേലി സ്റ്റോറായ ഈ സ്ഥലത്തിലേക്ക് അതിനെ മാറ്റി വെച്ചിരിക്കുന്നു എന്നല്ലാതെ മറ്റൊന്നുമില്ല. അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഉപയോഗിക്കാൻ ഈ ഭരണസമിതിയിലെ ഈ LDF ഭരണത്തിന് കഴിയുന്നില്ല. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ഇനി ഓഫീസുകൾ ഒരു കുടക്കീഴിൽ. ഇതിനായി RMS ഓഫീസ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടം നവീകരിച്ച് തുറന്നു നൽകി. 4-5 പ്ലാറ്റ്ഫോമുകളിലായി പ്രവർത്തിച്ചിരുന്ന സ്ലീപ്പർ, സ്ക്വാഡ്, സ്റ്റേഷൻ ഇൻചാർജ് എന്നിവർക്കുള്ള മുറികളാണ് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയത്. താഴത്തെ നിലയിൽ 1000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള സ്ലീപ്പർ മുറിയും സ്ക്വാഡ് ടീമിനു വേണ്ടിയുള്ള പ്രത്യേക മുറിയുമുണ്ട്. സ്റ്റേഷൻ ഇൻചാർജ് മുറി ഉൾപ്പെടെ 3 ക്യാബിനുകളിലായി തിരിച്ചാണ് സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. 4-ലധികം കമ്പ്യൂട്ടറുകളും ഓഫീസിൽ എത്തിച്ചു. മറ്റൊരു ഭാഗം ആരോഗ്യ വിഭാഗത്തിനാണ് വിട്ടു നൽകിയിട്ടുള്ളത്. മുകളിലത്തെ നിലയിൽ നിരവധി പേർക്കിരിക്കാവുന്ന മീറ്റിംഗ് ഹാൾ, ഡെപ്യൂട്ടി സൂപ്പർവൈസർ റൂം എന്നിവയുമുണ്ട്. കൂടാതെ അധികമായി 2 മുറികളും നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച മുതലാണ് മറ്റ് പ്ലാറ്റ്ഫോമുകളിലുണ്ടായിരുന്ന ഓഫീസ് മുറികൾ നവീകരിച്ച കെട്ടിടത്തിലേക്ക് മാറ്റിയത്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിൻ്റെ ഭാഗമായി പഴക്കമുള്ള പ്ലാറ്റ്ഫോമുകളിലെ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാൻ റെയിൽവേ തീരുമാനിച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായി 4, 5, 6 പ്ലാറ്റ്ഫോമുകളിലുള്ള പഴയ കെട്ടിടം അടുത്ത ദിവസം പൊളിക്കും. യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യം ഒരുക്കുന്നതിനു വേണ്ടിയാണ് കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുന്നതെന്നാണ് റെയിൽവേ അധികാരികളുടെ വിശദീകരണം. പകരം ആ ഭാഗങ്ങളിൽ യാത്രക്കാർക്ക് കൂടുതൽ ഇരിപ്പിടങ്ങൾ ഒരുക്കും. കച്ചവട സ്റ്റാളുകളും വർദ്ധിപ്പിക്കും. ന്യൂസ് സെന്റർ, ഷൊർണൂർ.
ചെറുതുരുത്തി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച ടോയ്ലറ്റ് കോംപ്ലക്സിൻ്റെ ഉദ്ഘാടനം നടന്നു. ബ്ലോക്ക് പഞ്ചായത്തിന് 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, UP സ്കൂൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളുടെ നേതൃത്വത്തിലാണ് അതിൻ്റെ പ്രവർത്തനം നടത്തുന്നത്. നമ്മുടെ ഹൈസ്കൂളും ഹയർ സെക്കൻഡറി സ്കൂളുകളും ജില്ലാ പഞ്ചായത്തിൻ്റെ കൂടി നേതൃത്വത്തിലാണ്. ഇങ്ങനെ പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായും ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇടപെടുന്നതിനും അതിൻ്റെ ഫണ്ട് വിനിയോഗിക്കുന്നതിനും വലിയ പരിമിതി വന്നുപെടാറുണ്ട്. എന്നാൽ വികസന പ്രക്രിയയിൽ പുതിയ കാലത്ത് പങ്കുവഹിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എന്ത് ചെയ്യാൻ കഴിയും എന്ന അന്വേഷണത്തിനൊടുവിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM മുഹമ്മദ് അഷ്റഫ് ഉദ്ഘാടനം നിർവഹിച്ചു. വള്ളത്തോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P നിർമ്മലാദേവി, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ MV സുചിത്ര, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PM നൌഫൽ, പ്രിൻസിപ്പൽ ഇൻചാർജ് M പ്രീത, പ്രധാനാധ്യാപിക ആൻസിയമ്മ മാത്യു, പഞ്ചായത്ത് അംഗങ്ങളായ PA യൂസഫ്, M ബിന്ദു, താജുന്നിസ, PTA പ്രസിഡന്റ് MM ഹനീഫ, SMC ചെയർമാൻ KS ഷബീർ, MPTA പ്രസിഡന്റ് K ചിത്രലേഖ, സ്റ്റാഫ് സെക്രട്ടറി ശ്രീധന്യ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡിൽ മെമ്പർ കെയർ പദ്ധതിയുടെ ഭാഗമായി റോഡിൽ തടസ്സമായി നിന്നിരുന്ന പാഴ്ചെടികൾ വെട്ടിമാറ്റി. ശുചീകരണ പ്രവർത്തനങ്ങൾ വാർഡ് വികസന സമിതി അംഗവും നഗരിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടറും റിട്ടയർഡ് ജോയിന്റ് അഗ്രികൾച്ചറൽ ഡയറക്ടറുമായ പള്ളത്ത് ശ്രീകുമാരൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ഷഫീന നജീബ് അധ്യക്ഷത വഹിച്ചു. നാസർ അത്താപ്പ, വാർഡ് വികസന സമിതി അംഗങ്ങളായ OM ജലീൽ, NS അംസ, P പ്രേമൻ, ശ്രീദേവി, NS സിദ്ദിഖ്, T സുന്ദരൻ, R സ്വപ്ന തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇതോടൊപ്പം ഒറ്റയ്ക്ക് താമസിക്കുന്ന ബിഫാത്തുമ്മയുടെ വീടും പരിസരവും കാടുവെട്ടി വൃത്തിയാക്കി. ഇരിപ്പിക്കൽ തിരുക്കാലി റോഡ്, കറുകമ്പാറ ഗണപതി ക്ഷേത്ര റോഡ് എന്നിവിടങ്ങളിൽ കാടുവെട്ടൽ പൂർത്തിയായി. ഘട്ടം ഘട്ടമായി വാർഡിൽ മുഴുവൻ പ്രദേശത്തും പ്രവർത്തികൾ നടത്തുന്നതാണ്. 10 ദിവസത്തോളം പ്രവർത്തികൾ തുടരും. മെമ്പറുടെ ഓണറേറിയം ഉപയോഗപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. തനിക്ക് കിട്ടുന്ന ഓണറേറിയം കൊണ്ട് തൻ്റെ പ്രദേശത്തെ ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നടപ്പിലാക്കാൻ തയ്യാറാവുന്നു എന്ന വിവിധങ്ങളായ പദ്ധതികൾ, ആരോഗ്യ മേഖലയിൽ ചികിത്സയ്ക്ക് വേണ്ടത്, വിദ്യാഭ്യാസത്തിന് വേണ്ടത്, ഇതുപോലെ വൃത്തിയാക്കുന്ന പരിപാടികൾ, അങ്ങനെ വിവിധങ്ങളായ പരിപാടികളാണ് പല ഘട്ടങ്ങളിൽ നമ്മൾ കണ്ടുവരുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കുളപ്പുള്ളി വിജയ പ്രിന്റിംഗ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുത്തു. മുൻ ഭരണസമിതിയെ 1 മാസം മുമ്പാണ് അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കിയത്. CPI പാലക്കാട് ജില്ലാ കൗൺസിൽ അംഗം A പ്രഭാവതിയുടെ നേതൃത്വത്തിൽ 11-അംഗ ഭരണസമിതിയാണ് നിലവിൽ വന്നത്. ബുധനാഴ്ച നടന്ന ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ അംജദ് ഖാൻ പോൾ എന്നിവർ വരണാധികാരികളായിരുന്നു. 11-അംഗ ഭരണസമിതിയാണ് നിലവിൽ വന്നത്. CPI ജില്ലാ കൗൺസിൽ അംഗവും മഹിളാ സംഘം ജില്ലാ പ്രസിഡന്റും ബ്ലോക്ക് മെമ്പറുമായ A പ്രഭാവതിയാണ് പുതിയ ഭരണസമിതി അധ്യക്ഷ. MP ഉണ്ണി ഉപാധ്യക്ഷനാണ്. സൊസൈറ്റിയെ വിജയത്തിലേക്ക് നയിക്കാൻ കൂട്ടായ്മയോടെ മുന്നോട്ടു പോകുമെന്ന് A പ്രഭാവതി പറഞ്ഞു. പുതിയ ഭരണസമിതി ഇന്ന് ചുമതലയേറ്റിരിക്കുകയാണ്. പ്രസിഡന്റായി A പ്രഭാവതിയെയും വൈസ് പ്രസിഡന്റായി MP ഉണ്ണിയെയും ഏകകണ്ഠേന തീരുമാനിച്ചു. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. പ്രസ് നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നാണ് താല്പര്യപ്പെടുന്നത്. അതേപോലെ തന്നെ ഞങ്ങളെല്ലാവരും ഒത്തൊരുമോടുകൂടെ പ്രവർത്തിച്ച് പ്രസ്സിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഞങ്ങൾ ശ്രമിക്കുന്നു. സൊസൈറ്റി പ്രവർത്തനം താറുമാറായെന്നാരോപിച്ച് 1 മാസം മുമ്പാണ് മുൻ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കിയത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. രാജീവ് ഗാന്ധിയുടെ ജന്മദിനത്തിൻ്റെ ഭാഗമായി രാജ്യമെങ്ങും സദ്ഭാവനാ ദിനം ആചരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി ചെറുതുരുത്തി പ്രിയദർശിനി കൾച്ചറൽ ഫോറത്തിൻ്റെ നേതൃത്വത്തിൽ അംഗൻവാടികളിൽ മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തു. ചെറുതുരുത്തി സൂരജ് റോഡിലുള്ള അംഗൻവാടിയിലും കോഴിമാമ്പറമ്പ് ക്ഷേത്രത്തിന് സമീപമുള്ള അംഗൻവാടിയിലുമാണ് മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തത്. ഫോറം പ്രസിഡന്റ് OU ബഷീർ, മറ്റ് ഭാരവാഹികളായ PT തമ്പിമണി, PC ബാബു, PS ഹരിദാസ്, വള്ളത്തോൾ വാപ്പൂസ്, ഇക്ബാൽ നടുവിൽ എന്നിവർ നേതൃത്വം നൽകി. പ്രിയമുള്ളവരെ, ആധുനിക ഇന്ത്യയുടെ ശില്പിയായിരുന്ന രാജീവ് ഗാന്ധിയുടെ ജന്മദിനത്തിൽ പ്രിയദർശിനി കൾച്ചറൽ ഫോറം വള്ളത്തോൾ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് ചെറുതുരുത്തിയിലെ വിവിധ അംഗനവാടികളിൽ കുട്ടികൾക്ക് മധുരപലഹാരം വിതരണം നടത്തി. അതിൻ്റെ ഭാഗമായി ചെറുതുരുത്തി സൂരജ് റോഡിലുള്ള അംഗനവാടിയിലാണ് ഇപ്പോൾ മധുരപലഹാരം വിതരണം നടത്തുന്നത്. ഈ പരിപാടിക്ക് നേതൃത്വം കൊടുത്ത എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. ജയ് ഹിന്ദ്.
എടത്തറ രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധിയുടെ ജന്മദിനം ആഘോഷിച്ചു. ചടങ്ങ് പ്രശസ്ത എഴുത്തുകാരൻ TSS ഭട്ടതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. രാജീവ് ഗാന്ധി സ്കൂൾ ചെയർമാൻ KM രമേശ് അധ്യക്ഷത വഹിച്ചു. പറളി ഹൈസ്കൂൾ റിട്ടയർഡ് ഹെഡ്മിസ്ട്രസ് രമ ടീച്ചർ രാജീവ് ഗാന്ധിയുടെ ഭരണഘടനാ നിപുണതകൾ വിശദീകരിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക M സൗമ്യ, K മിനി, ഗ്രീഷ്മ P, S സൗമ്യ മോൾ, PM ദിവ്യ, AD വിനോദിനി, ആദ്യ നന്ദഗോപാൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായിൽ. മഹാത്മാ അയ്യങ്കാളിയുടെ 162ാമത് ജന്മദിനം വിപുലമായി ആഘോഷിക്കുമെന്ന് കേരള പുലയർ മഹാസഭ. ഓഗസ്റ്റ് 28 മുതൽ സെപ്റ്റംബർ 6 വരെ വിവിധ താലൂക്ക് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് പുലയർ മഹാസഭ പാലക്കാട് ജില്ലാ സെക്രട്ടറി ആറുസ്വാമി അമ്പലക്കാട്ട് പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 28-ന് രാവിലെ 11 മണിക്ക് ആധാർ ഭവനിൽ അയ്യങ്കാളി ജന്മദിനാഘോഷം നടത്തും. ഓഗസ്റ്റ് 31-ന് ഒറ്റപ്പാലത്തും സെപ്റ്റംബർ 1-ന് ചിറ്റൂർ വിളയോടിയിലും ആലത്തൂരിൽ 3-ന് വൈകിട്ടും പട്ടാമ്പി കൂറ്റനാട് രാവിലെ 11-നും ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഈ കാലഘട്ടത്തിലും ഞങ്ങൾ ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മാധ്യമ പ്രവർത്തകർക്കെല്ലാം അറിയും എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും അറിയുന്നതാണ്. മാറ്റർ വായിക്കാം. തൊട്ടുകൂടാത്തവരെന്നും തീണ്ടിക്കൂടാത്തവരെന്നും ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവരെന്നും കൽപ്പിക്കുകയും വായിക്കണ്ടല്ലോ, കാര്യം പറഞ്ഞാൽ മതി. ഓക്കെ, വായിക്കണ്ടല്ലോ സാർ. വിഷയം ഞങ്ങൾ 28/8/2025 തുടക്കം കുറിക്കുന്നത്. സെപ്റ്റംബർ മാസം 6-ാം തീയതി അയ്യങ്കാളിയുടെ അവിട്ടാം പിറന്നാളാണ്. അപ്പോൾ ജന്മദിനം മുതൽ ആ പിറന്നാൾ നാൾ വരെ നീണ്ട വിപുലമായ ഇത്രയും ദിവസത്തിൽ ഓരോ താലൂക്കുകളിലും ശാഖകളിലും ഇതിൻ്റെ പ്രോഗ്രാമുകൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് മുരുകൻ പുറയോരം, ട്രഷറർ CA ദിനേഷ്, മഹിളാ ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സജിത മാത്തൂർ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചരമം. വാടാനംകുറിശി കിഴക്കേപ്പുരയ്ക്കൽ വീട്ടിൽ KP വാസുദേവൻ നിര്യാതനായി. 90 വയസ്സായിരുന്നു. ഭാര്യ പരേതയായ ജാനകി, മക്കൾ ശ്രീനിവാസൻ, രഘുനാഥൻ, മരുമക്കൾ പ്രീതി, രജിത. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് ഷൊർണൂർ ശാന്തിതീരത്ത്. പ്രധാന വാർത്തകൾ വീണ്ടും. പാലക്കാട് ജില്ല നേരിടുന്ന കാർഷിക, വ്യാവസായിക, പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുമെന്ന് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി. മലമ്പുഴ സാനിറ്ററി മാലിന്യ സംസ്കരണ പ്ലാന്റ് സംബന്ധിച്ച് വ്യക്തത വരുത്തേണ്ടത് സംസ്ഥാന സർക്കാർ. വികസന പദ്ധതികൾ പൂർത്തിയാക്കാൻ നേരിടുന്ന കാലതാമസം ജില്ലയിലെ വലിയ പ്രതിസന്ധിയെന്നും കളക്ടർ. അടിസ്ഥാന വർഗങ്ങളുടെ പെൻഷനും ആനുകൂല്യങ്ങളും നിരന്തരം നിഷേധിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ. സെസ് പിരിവിൽ ഗുരുതര വീഴ്ച. പെൻഷൻ കുടിശ്ശിക ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പാലക്കാട് കളക്ടറേറ്റിലേക്ക് കെട്ടിട നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ AITUC മാർച്ച്. മണ്ണൂർ പഞ്ചായത്തിലെ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടെന്ന് മുസ്ലിം ലീഗ്. ന്യൂനപക്ഷ വോട്ടുകൾ തെരഞ്ഞുപിടിച്ച് വെട്ടിമാറ്റിയെന്ന ആരോപണം പഞ്ചായത്ത് സെക്രട്ടറിയെ ലീഗ് പ്രവർത്തകർ ഉപരോധിച്ചു. പിരായിരിയിൽ യുവാവിന് വെട്ടേറ്റത് പിരായിരി സ്വദേശി ഉമ്മർ ഫാറൂഖിന്. ഉമറിനെ ആക്രമിച്ചത് കൊല്ലങ്കോട് സ്വദേശി ജയേഷ് എന്ന് പോലീസ്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.